ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആകാശാന്നുണ്ടെങ്കിൽ സുമിയെടുത്ത് പറയുന്നുണ്ട്, സുമി ഞാൻ മര്യാദക്ക് നിന്നോടൊരു കാര്യം പറയാം, നീ ഇവിടുന്ന് പോയിക്കോ, അതാണ് നിനക്ക് നല്ലത്. ആകാശ് എന്താ ഭീഷണിപ്പെടുത്തുവാണോ? ഞാൻ ആകാശിനോട് ഒരു കാര്യം പറഞ്ഞേക്കാം, മര്യാദക്ക് ആകാശ് എന്നെ വിവാഹം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യോടി? അല്ലാന്നുണ്ടെങ്കിൽ ആകാശിന്റെ ഉദ്ദേശം എല്ലാം തന്നെ മഹേഷിനോട് ഞാൻ തുറന്നു പറയും. എന്റെ എന്തുദ്ദേശം നീ പറയുമെന്നാ പറഞ്ഞത്? അല്ല, ആദ്യനെ വെച്ചിട്ട് ഇഷിതനെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോണ ഒരു പുതിയ പ്ലാൻ നീ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ, അത് ഞാൻ തുറന്നു പറയും. പിന്നെ ഇത്രയും നാൾ ഞാൻ ആകാശിന്റെ കൂടെ നിന്നത് ആകാശിനെ വിവാഹം കഴിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇനി അത് ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്തിനാ ആകാശിന്റെ കൂടെ നിൽക്കണം? അതുകൊണ്ട് ഞാൻ മഹേഷിനെ കണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി പോവാണ്. അതിന് നീ ജീവനോട് ഉണ്ടായിട്ട് വേണ്ടിയേ. എന്താ ആകാശിനെ ഭീഷണിപ്പെടുത്താണോ? കൊല്ലോന്ന് ഭീഷണിപ്പെടുത്താണോ എന്ന് പറയുമ്പോഴേക്കും അതേടി ഭീഷണിപ്പെടുത്തുക തന്നെയാണ്. നീ എന്ത് ചെയ്യോടി ചോദിക്കുമ്പോഴേക്കും എന്തായാലും ആകാശിന്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ആകാശ് എന്ന് നീ പറഞ്ഞാൽ മതിയോടി എന്ന് പറഞ്ഞിട്ട് കഴുത്തിനെ കയറി പിടിച്ച് ഒറ്റ തള്ളാണ്. എന്നിട്ട് ആകാശ് അവിടുന്ന് പൊട്ടിച്ചിരിക്കാട്ടോ. സുമി നിലത്തേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട്. ആ സമയത്തൊന്നും ആകാശിനെ മനസ്സിലാവുന്നില്ല മരിച്ചു വീഴുന്നതാണ്. പിന്നീട് മതിലിൽ നോക്കുമ്പോൾ മതിലിൽ ഇങ്ങനെ ചോരയുടെ ഇങ്ങനെ പാടട്ടോ. ശേഷം നോക്കുമ്പോഴേക്കും അവിടെ ഒരു ആണി പോലത്തെ സാധനം ഉണ്ടായിരുന്നു, അവിടേക്ക് ഇങ്ങനെ തലയിടിച്ച് ഇങ്ങനെ കൊണ്ടിട്ടാണ് സുമി നിലത്തേക്ക് ഇങ്ങനെ വീണേക്കുന്നത്. അപ്പൊ ആകാശിന് ഏകദേശം കാര്യം മനസ്സിലായി, സുമി മരിച്ചു എന്ന്. സുമി സുമി എഴുന്നേക്ക്, സുമി സുമി എന്ന് പറയുമ്പോഴേക്കും സുമി എഴുന്നേക്കുന്നില്ല. സുമിക്ക് ശ്വാസം ഉണ്ടെന്ന് നോക്കുമ്പോ സുമിക്ക് ശ്വാസമില്ല. മരിച്ചു എന്ന് മനസ്സിലായ ആകാശിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ആദീനെയാണ്. ആദ്യ ക്ലാസ് കഴിഞ്ഞിട്ട് ഗേറ്റിന് അവിടെ എത്തുമ്പോഴേക്കും കാണുന്ന കാഴ്ച, ആകാശ് ഒരു വലിയൊരു ചാക്കിൽ എന്തൊക്കെയോ ഒളിപ്പിച്ചിട്ട് അതിങ്ങനെ വലിച്ചുകൊണ്ട് വരുവാണ്. അതിങ്ങനെ ആദ്യം ഇങ്ങനെ നോക്കുന്നുണ്ട്. ശേഷം ആകാശ് വേഗം ഡിക്കി തുറന്നിട്ട് ഡിക്കിനുള്ളിലേക്ക് അതിങ്ങനെ വലിച്ചിങ്ങനെ എറിയുവാട്ടോ. പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആദീനെ കാണുന്നത്. നീ എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അല്ല ആകാശ് എന്ത് അങ്കിൾ എന്താ ഡിക്കിയിലേക്ക് വെക്കണത്? ഓ അതോ, എടാ ഞാനേ ഒരു ടൂർ പോകാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, ബിസിനസ് ട്രിപ്പാണ്. അപ്പൊ അതിനു വേണ്ടി പോകാൻ വേണ്ടിട്ട് നിൽക്കുവാണ്. അതിന് ഡിക്കിൽ വെച്ചേക്കണ ബാഗ് അല്ലല്ലോ, എന്തൊരു കവറല്ലേ? അടാ അത് ബാഗ് തപ്പിയപ്പോ കിട്ടിയില്ല, ഞാൻ കവറിലെ സാധനങ്ങളൊക്കെ വെച്ചു, അത്രേ ഉള്ളൂ. നീ ക്ലാസ് കഴിഞ്ഞ് വന്നേലേ ഉള്ളൂ. അല്ല നിന്റെ കൂടെ നിന്റെ അമ്മ ഉണ്ടായിരുന്നല്ലോ. അമ്മ ഇറങ്ങി, ഞാൻ മാത്രം കൂടെ വന്നോളൂ. ഓ ശരി, എന്നാ അതൊരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് കുറച്ച് പൈസ എടുക്കാണ്. അല്ലെങ്കിൽ വേണ്ട മുഴുവൻ ഇരുന്നോട്ടെ, ഇന്നാ ഇത് നീ പോക്കറ്റ് വെച്ചോ. എന്തിനാ എനിക്ക് പൈസ ഒന്നും വേണ്ട. എടാ ഇത് വെച്ചോടാ, ഒരു കുഴപ്പമില്ല, പോക്കറ്റ് മണി എന്തായാലും ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, അതൊരു നിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോണ്ടേ, ഇന്നാ ഇത് കയ്യെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ആകാശ് വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോകുവാട്ടോ. ഇപ്പൊ ആകാശിന്റെ മനസ്സിലിരിക്കുന്നു, ഇവരെന്തെങ്കിലും സംശയമുണ്ടോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടാണ് അവിടെ അങ്ങോട്ട് പോകുന്നത്. ആദ്യം എന്തോ സംശയം തോന്നണം. അങ്ങനെ ആകാശ് വണ്ടി എടുത്ത് പോകുമ്പോ തന്നെ വേഗം തന്നെ ആദ്യം പുറത്തേക്ക് ഇറങ്ങി ഓട്ടോക്ക് ഇങ്ങനെ കൈ കാണിക്കുക കേട്ടോ. അപ്പൊ ഒരു ഓട്ടോക്കാരൻ വണ്ടി നിർത്തുന്നുണ്ട്. ചേട്ടാ ആ കാറിന് പിന്നിൽ പോവാവോ? എന്താ മോനെ കാര്യം? അല്ല അങ്കിൾ ഒരു സാധനം എടുക്കാൻ മറന്നു, അത് ഏൽപ്പിക്കാനാണ്. അതിന് ഫോൺ വിളിച്ചാ പോരെ? അങ്കിള് ഫോൺ എടുക്കാൻ മറന്നു, ആ ഫോൺ കൊടുക്കാനാണ് അങ്കിളെ എന്ന് പറയുമ്പോ ശരി എന്നാ മോൻ വണ്ടി കയറിക്കോ എന്ന് പറയാണ്. അങ്ങനെ ഓട്ടോയിൽ കയറാണ് നമ്മുടെ ആദ്യം കേട്ടോ. ചേട്ടാ അത് പെട്ടെന്ന് വിടാവോ? മോനെ ഇത് ഓട്ടോ അല്ലേ, അധികം സ്പീഡിൽ പോകാൻ പറ്റില്ല. ശരി എന്ന് പറയാണ്. അങ്ങനെ ആകാശിന് പോണ വഴിക്കൊക്കെ ഓട്ടോ ഇങ്ങനെ പോവാട്ടോ. ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും ആകാശ് വണ്ടി ചെറിയൊരു ഭാഗത്തൂടെ ഇങ്ങനെ പോവാണ്. അപ്പോഴേക്കും ഓട്ടോ ചേട്ടൻ ആദ്യം അവിടെ നിർത്തുന്നുണ്ട്. മോനെ ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അത് ഓഫ് റോഡാണ്, കണ്ടില്ലേ? ഓട്ടോ അങ്ങോട്ട് കടക്കില്ല മോനെ, കാറൊക്കെ കടക്കുള്ളൂ, എന്നാലും അധികം ദൂരം സഞ്ചരിക്കാൻ പറ്റില്ല, കാൽനടേ പറ്റുള്ളൂ. മോൻ ഒന്നില്ലെങ്കിൽ തിരിച്ചു വാ, ഒരു ഹോട്ടലിൽ തന്നെ കൊണ്ടേയാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മോൻ എന്താന്ന് വെച്ചോട് നിൽക്കുകയാണെങ്കിൽ ശരി, അയാളുടെ കൂടെ പോവാണെങ്കിൽ പോയിക്കോ എന്ന് പറയാണ്. അങ്കിള് ഞാൻ ഇവിടെ നിന്നോളാം. അങ്കിൾ എത്രയായിരുന്നു വെച്ചുമ്പോഴേക്കും 250 രൂപ എന്ന് പറയുമ്പോഴേക്കും ആദ്യം ആ ഓട്ടോ പൈസ കൊടുക്കാണ്. ഓട്ടോക്കാരൻ പറയണ്ട മോനെ സൂക്ഷിച്ചൊക്കെ പോണം കേട്ടോ. ശരിയേട്ടാ എന്ന് പറയാണ്. അങ്ങനെ ഓട്ടോ ചേട്ടൻ അവിടുന്ന് പോകുമ്പോഴേക്കും ആദ്യം പതുക്കെ ആകാശ് പോയ വഴി കൂടി പാത്തും പമ്മിയും പോയിട്ട് അവിടെ മരമുണ്ട്. ആ മരത്തിന്റെ ചില്ലയിലൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാണ്. അപ്പൊ നോക്കുമ്പോ കാണുന്ന കാഴ്ച, ആകാശ് അവിടുന്ന് വലിയൊരു കരിങ്കല്ല് എടുത്തോണ്ട് വരുവാണ്. എന്നിട്ട് വലിയൊരു വള്ളിയുണ്ട് കേട്ടോ. ആ വള്ളി എന്ന് വെച്ചാല് വലിയൊരു ഇതുണ്ട്, കയറുണ്ട്. ആ കയറ് വെച്ചിട്ട് ആ ഒരു കല്ല് ഇങ്ങനെ കെട്ടിയിട്ട് അത് ചാക്കിലേക്കും കെട്ടിയതിനു ശേഷം നന്നായിട്ട് കെട്ടിയിടാണ്. എന്നിട്ട് മനസ്സിലിങ്ങനെ പറയണ്ട്, എടി സുമി നിനക്കിനി വെള്ള നീരാട്ട്, അതായത് നീ ജലത്തിൽ നീരാടിക്കൊണ്ട് മരിച്ചോടി എന്ന് പറഞ്ഞിട്ടാണ് അതിലേക്ക് ഇങ്ങനെ കെട്ടിയിടുന്നത്. ശേഷം ആ ഒരു ചാക്ക് കെട്ടും ആ കല്ലും ഉൾപ്പെടെ തന്നെ ആ വെള്ളത്തിലേക്ക് എറിയാട്ടോ. അത് കാണുമ്പോ ആദ്യം ഷോക്ക് ആവാണ്. അടുത്തൊന്നും ആരും ഇല്ലെന്ന് മനസ്സിലാക്കിയ ആകാശം അവിടുന്ന് വണ്ടി എടുത്ത് വേഗം തന്നെ പോവാട്ടോ. ആകാശം പോകുന്നത് ഈ വഴിയാണെങ്കിൽ ആദ്യം ഇപ്പുറത്തെ വഴി പോണു. എങ്ങനെയൊക്കെയോ ആദ്യം കറങ്ങി തിരിഞ്ഞ് മഹേഷിന്റെ ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. മഹേഷ് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെയൊക്കെ ആദ്യം വരുന്നത്. ഡാഡി എന്ന് പറഞ്ഞ് കിതച്ചുകൊണ്ട് വരികയാണ്. അയ്യോ മോനെ എന്തു പറ്റി? ഇച്ചിരി വെള്ളം വേണം എന്ന് പറയുമ്പോ ആദ്യം കുറച്ച് വെള്ളം കൊടുക്കണം. മഹേഷ് മോനെ ഇത് എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ്.
നീ ക്ലാസ് കഴിഞ്ഞ് നേരെ വരുവാണോ? ഡാഡി, ഞാൻ ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് പോയത്. എന്നിട്ട് അവിടെ എത്തിയപ്പോ ആകാശങ്ങൾ കനമുള്ളെന്തോ ചാക്ക് പോലത്തെ സാധനം വണ്ടിയിലെ ഡിക്കില് കയറ്റാൻ ഞാൻ കണ്ടു. എന്നിട്ട് അത് ഞാൻ ചോദിച്ചു എന്താണ് അങ്കിളെന്ന് ചോദിച്ചപ്പോ അത് അങ്കിളിന്ന് ട്രിപ്പ് പോകാൻ പോവാണ്, അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ വെക്കാണെന്ന് പറഞ്ഞത്. എനിക്ക് എന്തോ സംശയം തോന്നി. ഞാൻ അപ്പൊ തന്നെ ആകാശങ്ങൾ കാറെടുത്ത് പോയപ്പോ ഞാനും തൊട്ടു പിന്നാലെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോയി. എന്നിട്ടൊരു പാറക്കല്ലിന്റെ ഒക്കെ സൈഡിലൂടെയാണ് പോയത്. അവിടെ എത്തിയപ്പോഴേക്കും ഓട്ടോ അങ്ങോട്ട് പോയില്ലായിരുന്നു. ഓട്ടോ പോയി. ഞാൻ അവിടെ ഒഴിഞ്ഞു നിന്നു. ആകാശങ്ങൾ ചെയ്യണതൊക്കെ കണ്ടു. ആ ഒരു വലിയൊരു കെട്ടെന്ന് പറഞ്ഞില്ല, ഒരു ചാക്ക് കെട്ടായിരുന്നു. ആ കെട്ടിലൊരു കരിങ്കല്ല് ആകാശങ്ങൾ കയറ് വെച്ച് കെട്ടിയിട്ട് ആ കരിങ്കല്ലും ആ ചാക്ക് കെട്ടും കൂടി ആ വെള്ളത്തിലേക്ക് എറിയായിരുന്നു. എന്നിട്ട് നീ ഒളിഞ്ഞു നോക്കണമെങ്കിലും ആകാശം കണ്ടോ? ഇല്ല ഡാഡി, എന്നെ കണ്ടില്ല. ശരി, എവിടെയാ സ്ഥലം ചോദിക്കുമ്പോഴേക്കും അതോ കുറച്ച് ദൂരെയാ ഡാഡി, എനിക്കറിയില്ലോ, ഓട്ടോ വിളിച്ചിട്ടാ പോയത്, ഒരുപാട് ദൂരമുണ്ട് എന്ന് പറയാണ്. അല്ല മോനെ, അത് ചിലപ്പോ അവന്റെ വലിയ രഹസ്യ സ്വഭാവമുള്ളവനല്ലേ, അവന്റെ വലിയ രഹസ്യ സംഭവങ്ങളോ വല്ല ആ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോ, എന്നാലും എനിക്കെന്ത് സംശയം തോന്നുവാ ഡാഡി. ഭയങ്കര കനമുണ്ടായിരുന്നു. ആകാശങ്ങൾ ഒറ്റക്ക് പൊക്കാൻ പറ്റുന്നുണ്ടായില്ല. ഇങ്ങനെ വലിച്ചഴച്ചിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ ആരെങ്കിലും കാണുന്നുണ്ടോന്ന് ഇടക്കിടക്ക് നോക്കുന്നുണ്ടായിരുന്നു. മോന്റെ മമ്മി എവിടെയെന്ന് ചോദിക്കുമ്പോ, മമ്മി ഒരു കാര്യം ചെയ്യുമ്പോ മമ്മീനെ വിളിക്ക്. എന്താ ഡാഡി? മമ്മീനെ വിളിച്ചിട്ട് ഹലോ എന്ന് മമ്മി പറയുമ്പോ തന്നെ ഫോൺ കട്ട് ചെയ്യണം. ശരി എന്ന് പറയാണ്. അപ്പൊ തന്നെ ആദ്യ വേഗം രചനനെ വിളിക്കുകയാണ്. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. രചന ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ മോനെ ആദി. അപ്പൊ തന്നെ മഹേഷ് ഫോൺ കട്ട് ചെയ്യാണ്. ഇനി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി ആദ്യ എടുത്ത് പറയാണ്. ആദി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട്. എന്തിനാ ഡാഡി അങ്ങനെ ചെയ്തത്? അതൊക്കെ ഒരു കാര്യമുണ്ട്, ഒന്നുമില്ല മോൻ പേടിക്കൊന്നും വേണ്ട, അതൊന്നും ഉണ്ടാവില്ല. മോനെ സ്ഥലം അറിയാന്നല്ലേ പറഞ്ഞത്? അറിയാം, വാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ഒരുപാട് സ്ഥലത്ത് നോക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും തന്നെ അങ്ങനത്തെ ഒരു സ്ഥലമില്ല കേട്ടോ. അപ്പോ ആദ്യ അടുത്ത് പറയുന്നുണ്ട്, മഹേഷ് മോൻ കണ്ട സ്ഥലം ഇവിടെയൊന്നും അല്ല, വേറെ എവിടെയോന്ന് തോന്നുന്നു. അതേ ഡാഡി, അത് വേറെ എവിടെയോ, എനിക്ക് ആ തിരക്ക് സ്ഥലമൊന്നും നോക്കാൻ പറ്റിയില്ല. സാരില്ല മോനെ, അവൻ രഹസ്യ സ്വഭാവക്കാരനല്ലേ. മോൻ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ അടുത്തേക്ക് വരുമല്ലോ, അതുകൊണ്ട് അതുവരെ ക്ഷമിച്ചാ മതിയല്ലോ. കുഴപ്പമില്ല, കുറച്ചു ദിവസത്തേക്കല്ലേ ഉള്ളൂ, അവന്റെ കാര്യങ്ങളൊന്നും മോൻ ഇടപെടാതിരുന്നാ മതി എന്ന് പറയാണ്. ശരി ഡാഡി, എങ്കിൽ മോനെ വീട്ടിൽ കൊണ്ടാക്കട്ടെ. ശരി എന്ന് പറയാണ്. അങ്ങനെ മഹേഷ് ആ വഴിയരികെ വരെ ആക്കുന്നുണ്ട്. ആദ്യശേഷം വീട്ടിലേക്ക് നടന്നു പോവാണ്. ആ സമയത്ത് ആകാശ് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കട്ടോ. അവിടേക്ക് രചന വരുന്നുണ്ട്. ആകാശ് ഇതുവരെ ആദി വന്നില്ല. ആദി വന്നില്ലേ? ഇല്ല, ഇത്ര സമയം അവൻ ഇതുവരെ വന്നില്ല. അവൻ ചിലപ്പോ ഞാൻ കുറച്ച് പോക്കറ്റ് മണി കൊടുത്തായിരുന്നു, അത് ചെലവാക്കി ഫ്രണ്ട്സിനോട് നിൽക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യം അവിടേക്ക് വരുവാട്ടോ. മോനെത്തിയോ? മോനിത് എവിടെയായിരുന്നു എന്ന് രചന ചോദിക്കുമ്പോ, അല്ല മമ്മി എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. മോൻ എവിടെയായിരുന്നു? മമ്മി, എന്റെ ഫോണിന്റെ കവർ ഒന്ന് മാറ്റണമായിരുന്നു, ഞാൻ കവർ മാറ്റാൻ വേണ്ടി കടയിലേക്ക് പോയതാ. അല്ല ആകാശങ്ങൾ എന്താ എവിടെ? ആകാശങ്ങൾ എന്തോ ട്രിപ്പ് പോവാന്നല്ലേ പറഞ്ഞത്? അതേടാ മോനെ, ട്രിപ്പ് പോവാന്ന് വിചാരിച്ചു, പക്ഷെ ട്രിപ്പ് ക്യാൻസൽ ആയി പോയി, അത് ഞാൻ തിരിച്ചു വന്നു എന്ന് പറയാണ്. ആകാശിനെ ആദ്യം ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ആകാശ് ആദ്യനെ നോക്കുന്നുണ്ട്. ഇവനെന്തൊരു സംശയം പോലെ. അല്ല ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് ആദ്യം മുകളിലേക്ക് പോവാണ്. ആ സമയത്ത് രചന ആകാശിനോട് പറയുന്നുണ്ട്, ആദ്യം എത്തി, പിന്നെ സുമി എന്താണാവോ എത്താത്തത്? സുമി ഇന്ന് ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത്, അവള് കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോ ആകാശ് ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയില് ആകാശ് മഞ്ജുമേനെ ഫോൺ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മഞ്ജുമേ, ഞാൻ പറയുന്ന പോലെ നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് മൂടാവുന്ന പണം ഞാൻ തരൂ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആകാശ് പറഞ്ഞോ എന്ന് മഞ്ജു പറയുമ്പോ, ഞാൻ പറഞ്ഞ പോലെ നീ ഇഷിതടുത്ത് പോയി പറയണം എന്ന് പറഞ്ഞിട്ട് ആകാശ് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കാണ് മഞ്ജുമയുടെ ചെവിയില്. മഞ്ജുമ ഫോൺ കട്ട് ചെയ്തിട്ട് ചിരിച്ചുകൊണ്ട് ഇഷിതയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇഷിതേ എന്താ എന്ന് ഇഷിത ചോദിക്കുമ്പോ, അല്ല നിന്റെ പ്രസവം കഴിഞ്ഞവരെ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അതെന്താ മഞ്ജുമ അങ്ങനെ പറഞ്ഞത്? അല്ല ആദിക്ക് ഒരു കുഞ്ഞാ വരുന്നൊരു ചെറിയ നീരസുണ്ടെന്ന് രചന എന്നോട് പറഞ്ഞിരുന്നു. അല്ല നിന്റെ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യുന്നൊരു ടെൻഷൻ പോലെ ഈ സിനിമയിലൊക്കെ കാണുന്നില്ലേ, അതുപോലെയൊക്കെ എന്ന് പറയുമ്പോ ഇഷിതൊക്കെ വീണ്ടും ടെൻഷൻ ആവാണ്. ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡും തീരുന്നത്, പ്രൊമോയും തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.